RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപക്ഷർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ലാ ലീഗിനെ കുറിച്ചാണ്. ലാ ലീഗ് ടൈറ്റിൽ റേസ് ഇങ്ങനെ കൊഴുത്തുകൊണ്ടിരിക്കുകയാണ്. റയല് 4-1 വിജയിച്ചപ്പോൾ ബാഴ്സലോണ 5-2 വിജയിച്ചിരിക്കുകയാണ് ലാ ലീഗിൽ. എൽച്ചയ്ക്കെതിരെ 4-1 കിടിലൻ വിജയം നേടിയപ്പോ ബാഴ്സലോണ സെവില്ലയ്ക്കെതിരെ ആ ഒരു പഴയ കണക്കുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ബാഴ്സയെ പഞ്ഞിക്കിട്ട 4-1 പരാജയപ്പെടുത്തി അതിന് പകരം വീട്ടിക്കാൻ ന്യൂ ക്യാമ്പിൽ വെച്ചിട്ട് 5-2 ത്രസിപ്പിക്കുന്ന വിജയം നേടിയിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഫോട്ടോ ഫിനിഷിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി കുറച്ച് മത്സരങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ലാ ലീഗിൽ കഴിയാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്തായാലും റയലാണോ ബാഴ്സയാണോ ലാ ലീഗ് അടിക്കാന്നുള്ള ചോദ്യത്തിന് കുറച്ച് ദിവസങ്ങളും വിരലെണ്ണാവുന്ന മാസങ്ങൾ മതി ഇനി അതിന് മറുപടി പറയാൻ വേണ്ടിയിട്ട്, അതിനൊരു ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് റയൽ മാഡ്രിഡിന്റെ എൽച്ചി ആയിട്ടുള്ള മത്സരത്തെ കുറിച്ച് നമുക്ക് ആദ്യം സംസാരിക്കാം. അതിനുശേഷം ബാഴ്സലോണ വെച്ച സെവില്ല ആയിട്ടുള്ള മത്സരത്തിലേക്ക് നമുക്ക് വരാം. മാഞ്ചസ്റ്റർ സിറ്റി ആയിട്ട് എവിടെയാണോ റയൽ മാഡ്രിഡ് കളി നിർത്തിയത് അതിന്റെ ബാക്കി പത്രം അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ട് ഉള്ള രൂപത്തിലാണ് എൽച്ചി ആയിട്ടുള്ള മത്സരം ഉണ്ടായിരുന്നത്. കാരണം മാഞ്ചസ്റ്റർ സിറ്റിയും എൽച്ചി ആയിട്ട് ഒരുപാട് കമ്പാരിസൺ ഉണ്ടെങ്കിലും ആ ഒരു കളി ശൈലിയും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു കളിയുടെ ബാക്കി തന്നെയായിരുന്നു. റയൽ മാഡ്രിഡ് ആരാധകർ ഇങ്ങനെ കോരിത്തരിച്ചിരുന്ന് കണ്ടിട്ടുണ്ടാകും ഈ കളിയും കൂടെ. എന്താ കാരണം എന്ന് പറഞ്ഞാൽ 4-1 ത്രസിപ്പിക്കുന്ന വിജയം നേടിയത്. അതിലും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താ പറഞ്ഞാൽ ഫെഡെ വാൽവേർഡെയുടെ വീണ്ടും മാസ്റ്റർ ക്ലാസ് ഒരു ഗോള്, അതേപോലെ മാസ്റ്റർ ക്ലാസ് ഒരു പെർഫോമൻസ്, അതേപോലെ തന്നെ റയൽ മാഡ്രിഡ് പരിക്ക് പറ്റിയിട്ട് ഒരുപാട് താരങ്ങൾ പുറത്തായപ്പോൾ അവരുടെ അക്കാദമി പ്രോഡക്റ്റുകളായിട്ട് കുറെ ചങ്ങായിമാരനെ റയലിന്റെ കോച്ചായ അർബലാവോന്റെ കീഴിൽ ഈ അക്കാദമി പ്രോഡക്റ്റ് ആയ കുറെ ചങ്ങായിമാർക്ക് റയൽ മാഡ്രിഡിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇത്രയും പ്ലെയേഴ്സിന് ഒരുമിച്ച് ഇറങ്ങാൻ പറ്റും. ഞാനൊന്നും ഇതുവരെ റയൽ മാഡ്രിഡിനെ ഫോളോ ചെയ്ത റയൽ മാഡ്രിഡ് ഫാൻസ് വരെ കണ്ടിട്ടുണ്ടാവില്ല. ഇത്രയും അക്കാദമി പ്ലെയേഴ്സിനെ ഒരു കോച്ചും, സിദ്ധാനല്ല ഇനി അഞ്ചലോട്ടി അല്ല, ഒരു കോച്ചും ഇതുവരെ ഇറക്കാൻ കഴിഞ്ഞില്ല. അതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഈ ചങ്ങായി പരിശീലിപ്പിച്ച് ആ ഒരു അക്കാദമിയിൽ വളർത്തിയ പിള്ളേരാണ്. അപ്പൊ അവരെ കുറിച്ചുള്ള ആ ഒരു കോൺഫിഡന്റും അവരുടെ കളിശൈലികളും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അതും പറ്റിയ അവസരത്തിലാണ് കിട്ടിയിട്ടുള്ളത്. എന്താ പറയുക, റയൽ മാഡ്രിഡിന്റെ ഒറ്റപ്പെട്ടി താരങ്ങൾ ഇല്ലാതെയാണ് റയൽ മാഡ്രിഡ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ സമയത്ത് ഇനിയിപ്പോ നമുക്ക് പ്രസിഡന്റോ അല്ലെങ്കിൽ ക്ലബിന്റെ ഭാഗത്ത് നിന്ന് എന്ത് എതിർപ്പുണ്ടായാലും കളിപ്പിക്കാനുള്ള അവസരമാണ് കിട്ടിയിരിക്കുന്നത്. 1-2 പ്ലേയേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ അല്ലാണ്ട് തുടർച്ചയായിട്ട് ഇപ്പോൾ ഈ ചങ്ങായി കോച്ചായി വന്ന ശേഷം അക്കാദമിയിൽ നിന്ന് പ്ലേയേഴ്സിനെയൊക്കെ സ്ക്വാഡിൽ ഉൾപ്പെടുത്താൻ കാരണം മെയിൻ ആയിട്ടുള്ള റീസൺ എന്താ പറഞ്ഞാൽ പരിക്കുകൾ ഒരുപാടുണ്ട്. പിന്നെ അല്ലെങ്കിൽ പുതിയ സൈനികങ്ങൾ വേണം. റയൽ മാഡ്രിഡിനെ പോലെ ഒരു ക്ലബ്ബ് അറിയാലോ, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള, ഏറ്റവും മണി ഇതായിട്ടുള്ള, ഏറ്റവും വാല്യൂ ഉള്ള പ്ലെയേഴ്സിനെ ക്ലബിൽ കൊണ്ടുവരികയാണ് ഇതുവരെയുള്ള ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ. പക്ഷെ ഒരേ ടൈമിൽ 6 പ്ലെയേഴ്സിനെ സ്റ്റാർട്ടിംഗ് ലെവലിലും അതേപോലെ തന്നെ എക്സ്ട്രാ ടൈമിലൊക്കെ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു കളിയിൽ ഉൾപ്പെടുത്തിയത് ചിലപ്പോൾ റയൽ മാഡ്രിഡ് ചരിത്രത്തിൽ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും. എൻ്റെ അറിവിലില്ല എന്ന് വിചാരിക്കുന്നു. പക്ഷെ ഇനി ഇത് മുമ്പെങ്ങാനും നമ്മൾ ഫുട്ബോൾ കാണുന്നതിന് മുമ്പൊക്കെ നടന്നിട്ടുണ്ടെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നില്ല. അങ്ങനൊരു ഇതുള്ള പൈതൃകമുള്ള ക്ലബ്ബല്ല. എന്താണ് രാജകീയമായ എന്താ പറയാ അങ്ങനത്തെ ആ ഒരു ഇതാണ്. അല്ലാതെ ബാഴ്സയെ പോലെ ലാമാസിയനെ ആശ്രയിച്ചുകൊണ്ടിരുന്നല്ല. ഈ ഒരു അക്കാദമി കളിച്ചിട്ടുള്ള ഒരുപാട് പ്ലേയേഴ്സ് പുറത്ത് ഒരുപാട് ക്ലബ്ബുകളിൽ കളിച്ചിട്ടുണ്ട്, ഒരുപാട് മുകളിലെത്തിയിട്ടുണ്ട്, പിന്നെ തിരിച്ച് റയലിലൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഉണ്ട് ഇഷ്ടംപോലെ പ്ലേയേഴ്സ്. പക്ഷെ ഇങ്ങനൊരു മുഹൂർത്തം കിട്ടിയതിന് ഈ ഒരു കോച്ചിന് ശരിക്കും ആ ഒരു അക്കാദമിയിലുള്ള പ്ലേയേഴ്സും അതേപോലെ റയൽ മാഡ്രിഡ് ആരാധകരും എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും മോശമായ ഒരു അവസ്ഥയിൽ റയൽ മാഡ്രിഡ് ഉള്ള സിറ്റുവേഷനിൽ സിറ്റിയെ പോയിട്ട് അടിച്ചിട്ട് വരികയാണ്. അതും 3-0 വിജയം. അതേപോലെ എൽച്ചി അടുത്ത മത്സരത്തിൽ തുടർച്ചയായ വിജയങ്ങൾ, അതേപോലെ ടീം വർക്ക്. എന്താ പറഞ്ഞാൽ എംബാപ്പയോ അല്ലെങ്കിൽ കോർട്ടുവയോ അങ്ങനെ വിനീഷ്യസ് ജൂനിയറിന്റെ ഓരോ ഇൻഡിവിജ്വൽ പ്ലേയേഴ്സ് ആയിട്ട് ആശ്രയിക്കാതെ ഓരോ പ്ലേയേഴ്സും, കാമവിംഗ ആയിക്കോട്ടെ, അതേപോലെ തന്നെ ആർത്തുകുലാറിന്റെ ആ ഗോളുണ്ടല്ലോ, എൻ്റെ പൊന്നോ, കളി തീരാന് ഏതാനും നിമിഷങ്ങൾ ബാക്കിയുള്ള സമയത്താണ് ആ ഒരു 68 മീറ്ററാണ് സെൻട്രൽ ലൈൻ്റെ ഒക്കെ എത്രയോ ബാക്കിൽ നിന്നിട്ട് ആ ബോൾ കൺട്രോൾ ചെയ്തിട്ട് പോകുന്ന സമയത്ത് ഞാൻ വിചാരിച്ച ആർക്കെങ്കിലും പാസ് ഇട്ട് കൊടുക്കുന്നു. ആ പെട്ടെന്ന് ഒരു ഷോട്ട്, അതെനിക്ക് തോന്നുന്നില്ല ആ ചങ്ങായി ഗോളി അവിടെ ഉണ്ടോ എന്ന് വരെ നോക്കിയിട്ടില്ല. എന്റെ പൊന്നെ, ഒരു രക്ഷയില്ലാത്ത ഗോള് പുസ്കസ് അവാർഡ്സിന് അടുത്ത വർഷത്തിൽ എന്തായാലും ഉണ്ടാവും ഈ ഒരു ഗോൾ, അതിൽ യാതൊരു സംശയമില്ല. എമ്മാതിരി ഗോളിടും, ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ആ ഒരു അറ്റംപ്റ്റ് ആള് നടത്തുന്നത്. എന്താ പറഞ്ഞാൽ ഈ ചങ്ങായിയുടെ ഈ ഒരു സീസൺ നോക്കിക്കഴിഞ്ഞാൽ 29 ഷോട്ടുകളെല്ലാം ഓൺ ടാർഗറ്റിലേക്ക് പോയിട്ട് പക്ഷെ ഒരെണ്ണം പോലും ഗോളാക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ള സങ്കടകരമായ കാര്യം. ആ പ്രഷറും ആ പ്രസ്റ്റേഷനും എല്ലാം കൂടി തീർക്കാൻ വേണ്ടി ഒരു മാസ്റ്റർ ക്ലാസ് ബോൾ. ആ ബോള് അടിക്കുന്നതൊക്കെ ശരിയാണ്, പക്ഷെ അത് കറക്റ്റായിട്ട് ആ ഒരു പോസ്റ്റിൽ ഉള്ളിലോട്ട് കയറുന്നുണ്ടല്ലോ, അത് മാസ്റ്റർ ക്ലാസ് ആണ്. അത് എല്ലാവരും കൊണ്ട് കഴിയുന്ന കാര്യമല്ല. ആർദകുലാർ തുർക്കിയുടെ ആ ഒരു എന്താ പറയാ മിഡ്ഫീൽഡ് ഭരിക്കുന്ന ഒരു ചങ്ങായുണ്ടല്ലോ, ആശാന് മാത്രമേ കഴിഞ്ഞുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഫെഡെ വാൽവേർഡി എന്താണ് മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ ചെയ്ത അതേ ഊർജ്ജത്തിൽ, അതേ ഒരു എനർജിയിൽ ആ ഒരു ബാറ്റിന് വേണ്ടിയിട്ടുള്ള കളി, കിടലൻ ഒരു വോളി,
അതേപോലെ നമ്മുടെ ഡിഫൻഡർ ചങ്ങായാണ് ആദ്യ ഗോൾ റയലിന് വേണ്ടി അടിക്കുന്നത്. ആ ഗോളിലും നമ്മുടെ ചെക്കന്മാർ ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് ക്ലിയർ ചെയ്ത് പോയ ഒരു സമയത്താണ് റോഡ്രിഗറിന്റെ ആ ഗോൾ വരുന്നത്. എമ്മാതിരി അടിപൊളി ഗോൾ, എന്നിട്ടൊരു സെലിബ്രേഷനും. അത് കഴിഞ്ഞ് അങ്ങനെ റയൽ മാഡ്രിഡ് സെക്കൻഡ് ഹാഫിൽ എല്ലാവർക്കും സബ്സ്റ്റിറ്റ്യൂട്ട്, വിനീഷ്യസ് ജൂനിയറിന്, വാൽവേർഡിക്ക് എല്ലാവരും സബ്സ്റ്റിറ്റ്യൂട്ട് ഇറക്കിയിട്ട് ഒരു പിടി താരങ്ങളെ പുതുതായിട്ട് ഇറക്കണം. എന്താ പറയുക, 2-0 ലീഡ് എൽ സിയെ പോലെ ഒരു ക്ലബിന്, എൽ സി റിലേഗേഷൻ സോണിൽ പോയിക്കൊണ്ടിരിക്കണം, 18ാം സ്ഥാനത്തോ 17ാം സ്ഥാനത്തൊക്കെ നിൽക്കുന്നത്. ഏത് സമയം എന്താ പറയുക, അവര് പ്രൊമോട്ട് ചെയ്ത് വന്ന ടീമാണ്. ഏത് സമയത്തും അവർക്ക് ചിലപ്പോ നല്ല പ്രൊമോട്ട് ചെയ്ത് വന്നിട്ട്, ജിറോഡയൊക്കെ പ്രൊമോട്ട് ചെയ്ത് വന്നിട്ട് നല്ല അറ്റംപ്റ്റുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എൽ സി അത്ര വലിയ ഒരു ഇതിലൂടെ ഒന്നല്ല കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നെട്ടിച്ചിട്ടുണ്ട് പല വമ്പന്മാരെയും. പക്ഷെ ഇപ്പോ 17ാം സ്ഥാനത്ത് കിടക്കുന്നത്, എങ്ങനെയും റിലേഗേഷൻ സോണിൽ സെക്കൻഡ് ഡിവിഷനിലേക്ക് പോകാൻ ചാൻസ് ഉള്ള ഒരു ക്ലബ്ബാണ്. അതിനെതിരെ 4-1 വിജയം നേടി അവസാന നിമിഷത്തിൽ ഓൺ ഗോളിൽ 5 ഗോളും റയൽ മാഡ്രിഡ് അടിച്ചിരിക്കുന്നത്. ഓൺ ഗോളാണ് വന്നിരിക്കുന്നത് അവസാനമായിട്ട്. അത് ആ ഗോൾ നോക്കിക്കഴിഞ്ഞാൽ അത് റയലിന്റെ ഒരു മിസ്റ്റേക്കിൽ റയലിന്റെ ഒരു ഓൺ ഗോളായിട്ട് വന്നതാണ്. അപ്പോ 5 ഗോളും റയൽ മാഡ്രിഡ് തന്നെ അടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടീം വർക്കായിട്ട് വരുന്ന സമയത്ത് റയൽ മാഡ്രിഡിന്റെ ആ ഒരു ബാറ്റ്സിന് വേണ്ടി എല്ലാ പ്ലേയേഴ്സും, നമ്മൾ നേരത്തെ നോക്കിക്കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ ആയിട്ട് എംബാപ്പെ ഗോൾ അടിക്കേണ്ട, വിനീഷ്യസ് ഗോൾ അടിക്കേണ്ട, അതേപോലെ ബ്രാഹിം ഡിയാസിന്റെ ഒക്കെ ഒരു കിടിലൻ അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു. ഗോൾ ആവാൻ പറ്റിയില്ല എന്നുള്ള കാര്യമാണ് ആ പോസ്റ്റിന് മുകളിലൂടെ പോയത്. എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് ഹാഫിൽ എല്ലാവർക്കും റെസ്റ്റ് കൊടുക്കേണ്ട കാരണം എന്ന് പറഞ്ഞാൽ അടുത്ത ഈ മിഡ് വീക്കിൽ മാഞ്ചസ്റ്റർ സിറ്റി ആയിട്ടുള്ള സെക്കൻഡ് ലെഗ് മത്സരമുണ്ട്. അതെന്തായാലും റയലിന് ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. 3 ഗോളിന്റെ ലീഡുള്ളതെന്നുള്ള ശരിയാണ്, പക്ഷെ ഇത്തിഹാദിലാണ് പോയി കളിക്കേണ്ടത്. അപ്പോൾ ആ ഒരു കളിയെക്കുറിച്ച്, ആ കളിയിലേക്ക് വരുന്ന സമയത്ത് എന്തായാലും ഇപ്പൊ റെസ്റ്റ് കൊടുക്കുന്ന പ്ലേയേഴ്സിനൊക്കെ റെസ്റ്റ് കൊടുത്തിട്ട് അടുത്തതിൽ അവിടെ ഒരു തീ പറിക്കാനുള്ള ഒരു തന്നെയായിരിക്കും കോച്ചിന്റെ തന്ത്രങ്ങൾ. അപ്പൊ നമുക്ക് എന്തായാലും ഈ കളിയുടെ സ്റ്റാറ്റസ് നോക്കിയാലോ. സ്റ്റാറ്റസിൽ നോക്കുകയാണെങ്കിൽ എൽ സിയുടെ ഭാഗത്ത് പ്രത്യേകിച്ച് പറയാനുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. റയൽ മാഡ്രിഡ് ആദ്യത്തെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റയൽ മാഡ്രിഡിന്റെ ആധിപത്യം തന്നെയായിരുന്നു. 14 ഷോട്ടുകൾ എടുത്തപ്പോൾ 6 ഓൺ ടാർജറ്റിലേക്ക് ആയിരുന്നു. എൽ സി ആണെങ്കിൽ 10 ഷോട്ടുകളാണ്, അത് 2 മാത്രം ഓൺ ടാർജറ്റിൽ വന്നിട്ടുള്ളൂ. അത് 2 കിടിലൻ നമ്മുടെ കോർട്ട ആ ഒരു അവസാനത്തെ ഒരു സേവ കണ്ടല്ലോ, എന്റെ പൊന്നോ, എമ്മാതിരി സേവാണ് ഈ ചങ്ങായി നടത്തുന്നത്. വിശ്വസനീയമായ സേവുകളാണ്, അവിശ്വസനീയമായ സേവുകൾ നടത്തുന്നത്. അതാണ് നമുക്ക് കഴിഞ്ഞ ഇതിലും എന്താണ് സിറ്റിക്കെതിരെയുള്ള മത്സരത്തിൽ ആ ഒരു കാലുകൊണ്ടുള്ള സേവ് ഉണ്ടല്ലോ, അതൊക്കെ അവിശ്വസനീയമായ സേവുകളാണ്. അതാണ് ഈ ചങ്ങായിയെ ഇത്രമാത്രം ആ ഒരു ഗോൾ കീപ്പർ എന്ന നിലയിൽ ഇത്രമാത്രം പുകഴ്ത്തപ്പെടുന്നത്. 48% മാത്രം പൊസിഷൻ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ എൽ സി കുറെ നേരം ബോൾ കണ്ടുകൊടുക്കുന്നത്. 52% പൊസിഷൻ ഉണ്ടായിരുന്നു. 343 പാസുകൾ മാത്രമേ റയൽ മാഡ്രിഡ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ 413 പാസുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 86% പാസിംഗ് അക്യൂറസി ഉണ്ടായിരുന്നു. അവിടെ 85% പാസിംഗ് അക്യൂറസി ഉണ്ടായിരുന്നു. 13 ഫൗൾസ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ എൽ സി 18 ഫൗൾസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു യെല്ലോ കാർഡും എൽ സിക്ക് 3 യെല്ലോ കാർഡും കിട്ടിയിട്ടുണ്ട്. ഓഫ് സൈഡ് 3ഉം 1 റയൽ മാഡ്രിഡിന് 5 കോർണേഴ്സ് കിട്ടിയപ്പോൾ എൽ സിക്ക് 4 കോർണേഴ്സാണ് കിട്ടിയത്. അപ്പോൾ ബോൾ കുറെ നേരം കാലിൽ വെച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതെന്നല്ല, ഗോൾ പൊസിഷനൊക്കെ എൽ സിക്ക് ആയിരുന്നു കൂടുതൽ. പക്ഷേ റയൽ മാഡ്രിഡ് ഗോൾ അടിച്ച് വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ അക്കാദമി പ്രോഡക്റ്റുകളെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പല ഗുണങ്ങളുണ്ട്. അതാണ് അവർ ആ ബാറ്റ്സിന് വേണ്ടിയിട്ടും അവർക്കുള്ള ആ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അത് പരമാവധി യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കും. അതാണ് ഇപ്പോൾ ബാഴ്സലോണയെ കാണുന്നത്. എന്താ പറഞ്ഞാൽ ബാഴ്സലോണയിൽ ഒരു പെട്ടി താരങ്ങൾ അവർ കുറെ കാലമായിട്ട് ഇപ്പോൾ സാബിയുടെ കീഴിലാണ് ഇപ്പോൾ കൂടുതൽ യമാലും അതേപോലെ ഫെർമിനും അങ്ങനെ കുറേ താരങ്ങൾ വന്നത്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിലും ലാമാസയിൽ ഒരു 3-4 പ്ലേയേഴ്സ് ഉണ്ട്. പക്ഷെ ഇപ്പോ കുബാർസി ആയിക്കോട്ടെ, ജെറാർഡ് മാർട്ടിൻ, അങ്ങനെ ഒരുപാട് പ്ലേയേഴ്സ് ഇപ്പൊ ബാഴ്സലോണയ്ക്ക് ഈ സാമ്പത്തിക പ്രതിസന്ധിയിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും സൈനികവും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുള്ള സമയത്തും അവരുടെ സ്റ്റാർട്ടിംഗ് 11 മിക്കവാറും 7 താരങ്ങളെങ്കിലും ലാമാസിൽ ഉള്ള പ്ലേയേഴ്സ് ആയിട്ട് കളിക്കുന്നുണ്ടാവും. അതന്നെയല്ല അവരുടെ ഒരു വലിയൊരു വിജയം. ലാമാസി എന്ന ക്ലബിനോട് അവർക്ക് സൈൻ ചെയ്യാൻ പറ്റില്ല, രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ബാഴ്സലോണ വിസസ് സെവില്ല ആയിട്ടുള്ള മത്സരത്തിലേക്ക്, കാരണം സെവില്ല കഴിഞ്ഞ വർഷം 2025 അവസാനം ഒക്ടോബറിലാണ് തോന്നുന്നുണ്ട് ബാഴ്സയെ 4-3 കൊട്ടി വിട്ടതാ. ആരും പ്രതീക്ഷിക്കാത്തൊരു നെട്ടല്. എന്താ പറഞ്ഞാൽ സെവില്ലയെ പോലെ ഒരു ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ പണ്ട് രാജാക്കന്മാരായിരുന്നു. പക്ഷെ ഇപ്പൊ അവരുടെ പ്രതാപകാലത്തിന്റെ 7 അയലത്തില്ല അവരുടെ കളി കാര്യങ്ങൾ. അവര് ഓരോ ലാലീഗിലും യൂറോപ്യൻ ലീഗൊക്കെ തൂക്കിയിട്ടുള്ള കാര്യം ശരിയാണ്. പക്ഷെ ഓരോ ലാലീഗും ഇപ്പോൾ 10 മുതൽ 15 സ്ഥാനം വരെയാണ് അവർ ഫിനിഷ് ചെയ്യുന്നത്. അപ്പൊ വളരെ മോശം സിറ്റുവേഷനിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ബാഴ്സലോണ വന്ന് നെട്ടിച്ചത്. അപ്പൊ അതിനുള്ളൊരു പകരം വീട്ടിലായിരുന്നു 4-2 വിജയമായിരുന്നു. റഫീനയുടെ ഒരു ഹാട്രിക്കും അതേപോലെ തന്നെ ഓൾമോയുടെ ഒരു ഗോളും. പിന്നെ ആരാ ഗോൾ അടിച്ചത്? നമ്മുടെ സാക്ഷാൽ ക്യാൻസലോന്റെ മാസ്റ്റർ ക്ലാസ് പെർഫോമൻസ് ആയിരുന്നു. ചങ്ങായി ഈ സീസണിൽ ജോൺ ഗാസിയയ്ക്ക് പകരം സൈൻ ചെയ്തതിലെ ഏറ്റവും സൂപ്പർ സൈനിങ് ആണ് ക്യാൻസലോ. ഫസ്റ്റ് 1-2 മത്സരങ്ങളൊന്ന് പതറിയെങ്കിലും പിന്നെ താളം കണ്ടെത്തി. ഇപ്പോൾ ബാൽഡെ ഇനി പരുക്കുമാറി വന്നാലും അവിടെ ബെഞ്ചിൽ ഇരിക്കേണ്ടി വരും. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ബാൽഡേക്ക് ഇല്ലാത്തൊരു കഴിവാണ് ഈ ബോക്സിനുള്ളിൽ ട്രിപ്പിൾ ചെയ്ത് കയറിപ്പോലെ ആ ഒരു ഗോൾ അടിക്കുന്നുണ്ടല്ലോ, ആ ഒരു കിടിലൻ ഗോള്. അതന്നെ പുലിയല്ലേ, എമ്മാതിരി ട്രിപ്പിൾ ചെയ്ത് കൊണ്ടിട്ട് ആ ഗോൾ അടിക്കുന്നത്.
അതേപോലെ തന്നെ ഫസ്റ്റ് 2 പെനാൽറ്റിക്ക് ഉള്ള അവസരം ആ പെനാൽറ്റി ബോക്സിനുള്ളിൽ ട്രിബിൾ ചെയ്തിട്ട് ആ പെനാൽറ്റി വരണം. എനിക്ക് ഫസ്റ്റ് പെനാൽറ്റി എനിക്ക് അത്രത്തോളം അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്താ പറഞ്ഞാൽ 50-50 ചാൻസ് ആണ്. പക്ഷെ വീഴുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് അവരുടെ ബോഡി, സെവില്ലയുടെ ആ ഒരു പ്ലേയേഴ്സിന്റെ ബോഡിയിൽ ടച്ച് ഉണ്ടെന്നുള്ള കാര്യമാണ്. അപ്പോൾ റഫറി വാർ ചെക്ക് ചെയ്തിട്ട് അങ്ങനെ ഗോള് പെനാൽറ്റിയിൽ ഒരു പെനാങ്ക കിക്കിലൂടെ റഫീനെ ഫസ്റ്റ് ഗോൾ സ്റ്റാർട്ട് ചെയ്യണം. സെക്കൻഡ് 1 ഗോള്, അതേപോലെ തന്നെ ആ ഒരു പെനാൽറ്റി അത് പിന്നെ കടന്നിട്ട് കൈ നീട്ടിക്കൊണ്ട് ബോളിൽ തട്ടി കഴിഞ്ഞാൽ പിന്നെ ആരാ പെനാൽറ്റി വിളിക്കാണെങ്കിൽ അതും വാറിന് കൊടുത്തിട്ടാണ് കുറച്ചു നേരം കളി സ്റ്റാർട്ട് ചെയ്ത സെഷൻ പിന്നെയാണത് പെനാൽറ്റിയിലേക്ക് വരുന്നത്. അങ്ങനെ റഫീനയുടെ അടുത്തൊരു ബോൾ ഒരു ഡിഫ്ലക്ഷനാണ്. അത് ഫെർമിന്റെ ഒരു അസിസ്റ്റിൽ ഒരു കിക്ക് എടുത്തപ്പോൾ അത് എൽസിയുടെ പ്ലേയേഴ്സിന്റെ മേലെ തട്ടിയിട്ട് പോയിട്ട് ഒരു ഡിഫ്ലക്ഷനിലോട്ട് ഒരു കിടിലൻ ഗോൾ കൂടി ഹാട്രിക് വെച്ചിരിക്കുകയാണ്. എന്താ പറഞ്ഞാൽ ഈ മത്സരത്തിന്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞാൽ റഫീനിയ എന്ന് പറയുന്ന പ്ലേയേഴ്സിനെ കുറച്ച് കാലത്തിന് ശേഷം 2 മാസത്തിന് ശേഷം നല്ല ആദ്യം ഒരു പഴയ പീക്കിൽ കാണാൻ പറ്റുന്നുള്ള കാര്യം. ആ ഒരു പ്രസ്സിങ്ങും ആ കൗണ്ടറും ആ ഒരു പാഷനും ആ ഒരു ഗോൾ അടിക്കാനുള്ള മെന്റാലിറ്റിയും എല്ലാം ആ ഒരു പഴയ ആ ഒരു റഫീനെ തിരിച്ചു കിട്ടിയ പോലെ ഉണ്ട്. അപ്പോൾ ഇതെന്തായാലും അടുത്ത ന്യൂകാസ്റ്റൽ ആയിട്ടുള്ള മത്സരത്തിന് റഫീനെ ഉപകരിക്കും. എന്ന് പറഞ്ഞാൽ ഈ ഒരു 5-6 മത്സരത്തിൽ ഭയങ്കര സൈലന്റാ. 1-2 പെനാൽറ്റി ഗോളുകൾ അടിക്കല്ലാതെ ആൾക്ക് വലുതായിട്ടൊന്നും കാണിക്കാൻ പറ്റില്ല. പക്ഷേ ഈ സൈഡിൽ ഡിഫൻസിലായിക്കോട്ടെ, അതേപോലെ ക്യാൻസൽ ആയിട്ടുള്ള ആ ഒരു വിങ്ങുകളിലൂടെ അറ്റംപ്റ്റുകളും എല്ലാം കിട്ടില്ലായിരുന്നു. അതേപോലെ യമാലില്ലാതെയാണ് സ്റ്റാർട്ടിങ്ങിൽ ഇറങ്ങിയത്. സ്റ്റാർട്ടിങ്ങിൽ യമാലിന് പകരം റൂണി പഗ്ദാജി ആയിരുന്നു. റൂണിയുടെ ഒരു അത്യാവശ്യം മോശമില്ലാത്തൊരു പെർഫോമൻസ് ആണ്. ഓടും അസിസ്റ്റുകളൊന്നും ഇല്ലെങ്കിലും പക്ഷെ അത്യാവശ്യം മോശമില്ലാത്തൊരു പെർഫോമൻസ് ആയിരുന്നു. പെറ്റിനുണ്ടായിരുന്നു. പെറ്റിനെ ഫസ്റ്റ് ഹാഫിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതേപോലെ തന്നെ ഓൾമോടെ ഒരു ഗോൾ ഉണ്ടായിരുന്നു, കിടിലൻ ഗോളിന്. ഓൾമോടെ പെർഫോമൻസ്, അതേപോലെ ഫെർമിന്റെ പെർഫോമൻസ് എല്ലാം കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. ഡിഫൻസിലും അത്യാവശ്യം മോശമില്ലാത്ത പെർഫോമൻസ് ആണ്. പക്ഷെ 2 ഹാഫുകളിലും, ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും ഇഞ്ചുറി ടൈമിലാവുന്ന ശരിക്കും പറഞ്ഞാല് അവിടെയൊക്കെ ഒരു അസാൾട്ട് ആക്ടിവിറ്റില്ലേ, ആ ഒരു ഇതിനുള്ള വിലയാണ് ആ 2 ഗോളുകളും. എന്താ പറഞ്ഞാല് ആ ഒരു കളി കഴിയാനായി ഉള്ള വിസിൽ ഇപ്പോൾ മുഴുകുന്നുള്ള ആ ഒരു ഇതില് കുറച്ച് ഫ്രീ ആക്കി വിട്ടതാണ്. അതിലാണ് 2 ഫ്രീ ചാൻസുകളിൽ ഗോളായി. അതൊന്നും ജോൺ ഗാസിക്ക് ഒന്നും ചെയ്യാൻ പറ്റും. ആളും ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസരമാണ്. ഡിഫൻസ് നോക്കി കഴിഞ്ഞാൽ ജെറാർഡ് മാർട്ടിനും കുബാർസിയൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം സെവില്ലയ്ക്ക് എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവര് അറ്റാക്കിങ്ങിൽ 2 ആൾക്കാരുണ്ട്, മിഡ് കാലിയ, പിന്നെ ഡിഫൻസിലാണ്, പിന്നെ വിങ്ങുകളിൽ ഈ സെന്റർ കിടന്ന് കാലിലേക്ക് കിടക്കുക. അത് കാരണം ഒരു സപ്പോർട്ടും കാര്യങ്ങളൊന്നും അവർക്ക് കിട്ടുന്നില്ല. അലക്സിസ് സാഞ്ചസിനെ പോലെ ബാഴ്സയുടെ പഴയ താരമാണ്, പക്ഷെ ആള് പല്ല് കുഞ്ഞ സിംഹം എന്ന് പറയില്ലേ, അങ്ങനെയുള്ള പ്ലേയേഴ്സിനൊക്കെ വെച്ചിട്ട് സെവില്ല ഒരു 80 മിനിറ്റ് കാളിന് കളിപ്പിച്ചിട്ട് തോന്നുന്നുണ്ട്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്? അതേ സമയത്ത് പുതിയ പിള്ളേരുണ്ടെങ്കിൽ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബാഴ്സയെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ ഇലക്ഷൻ ആയിരുന്നു. ലാപ്പോർട്ട പ്രസിഡന്റായിട്ട് സ്ഥാനമേറ്റിരിക്കുകയാണ്. വീണ്ടും 2031 വരെ ആളിനി ബാഴ്സലോണയെ ഭരിക്കുന്നുള്ള കാര്യത്തിലാണ്. ബാഴ്സലോണയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ മെസ്സിയുടെ കാര്യത്തിൽ ആള് കുറെ തീരുമാനങ്ങൾ എടുത്തൊക്കെ തെറ്റായിരുന്നു. പക്ഷെ ഇലക്ഷന്റെ റിസൾട്ട് വന്ന സമയത്ത് എന്താ പറഞ്ഞാൽ ആള് സ്വാധീനിക്കേണ്ട പ്ലേയേഴ്സ് കാര്യങ്ങൾ എന്താ പറഞ്ഞാൽ ആള് പ്ലേയേഴ്സ് ആയിട്ടുള്ള ഇതിന് മുമ്പ് നടന്ന വർഷങ്ങളിൽ അല്ലെങ്കിൽ മെസ്സി ഉള്ള സമയത്ത് നടന്ന വർഷങ്ങളിലൊക്കെ നോക്കി കഴിഞ്ഞാൽ പ്ലേയേഴ്സ് ആയിട്ടുള്ള അത്രത്തോളം ആ ഒരു ഇയാൾക്ക് ആ ഒരു ക്ലോസ്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ സാവിയുടെ നമ്മുടെ കോച്ച് ആളുടെ ഒരു പ്രസ്താവനയൊക്കെ ഉണ്ടായിരുന്നു. ലാപ്പോർട്ടയും മെസ്സിയും തമ്മിലുള്ള ലാപ്പോർട്ടിന്റെ കാര്യങ്ങളിൽ ലാപ്പോർട്ട ആയതുകൊണ്ടാണ് മെസ്സി ഇവിടുന്ന് പോകാൻ കാരണം എന്നുള്ള പ്രസ്താവനയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനെയൊക്കെ ഒരു സൈഡിലാക്കിയിട്ടാണ്. എന്താ പറഞ്ഞാൽ ഇപ്പൊ ബാഴ്സയ്ക്ക് വേണ്ടി ബാഴ്സയുടെ ഫ്യൂച്ചറാണ്. എന്താ പറയുക, മെസ്സി പിന്നെ തിരിച്ചു വന്നിട്ട് എത്ര കാലം ബാഴ്സയ്ക്ക് വേണ്ടി കളിക്കുന്നുള്ള കാര്യത്തിലൊക്കെ ഡൗട്ടാണ്. അപ്പോൾ ആളുടെ ആ ഒരു ഇലക്ഷൻ ക്യാമ്പയിനിങ്ങിൽ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നില്ല. പക്ഷെ എതിർ സ്ഥാനാർത്ഥിയുടെ ക്യാമ്പയിനിൽ ലയണൽ മെസ്സി തിരിച്ചു കൊണ്ടുവരുന്നുള്ള കാര്യത്തിലൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊക്കെ ആയിരുന്നാലും ഈ ഒരു വിജയം, സെവില്ലയ്ക്കുള്ള ഒരു വിജയം അടുത്ത ലാലീഗിൽ എത്രമാത്രം ഫോട്ടോ ഫിനിഷിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ശരിയാണ്. 4 പോയിന്റാണ് റയൽ മാഡ്രിഡിനെക്കാളും ലീഡ് ഉള്ളത്. എല്ലാ കാര്യങ്ങളും ശരിയാണ്. പക്ഷെ ന്യൂകാസ്റ്റലായിട്ടുള്ള അടുത്ത മത്സരം ക്യാമ്പ് നൗവിൽ വെച്ച് നടക്കുന്നത് അതിനുള്ളൊരു ബൂസ്റ്റ് തന്നെയാണ് ഈ ഒരു മത്സരത്തിലെ ഈ ഒരു 5-2 വിജയം എന്നുള്ളതാണ്. എന്റെ ലെവൻഡോസ്കി, താങ്കളെ കുറിച്ച് പറയാതെ ഈ വീഡിയോ അവസാനിക്കാൻ എനിക്ക് കഴിയില്ല. എന്താണ് താങ്കൾ കാണിക്കുന്നത്? ലാപ്പോർട്ട് പറയുന്നുണ്ട് ഇനിയും 1-2 സീസൺ ലെവൻഡോസ്കി ഇവിടെ ഉണ്ടാവുന്നത്. എന്തൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ആ സമയത്ത് ലാമാസിന്ന് ഏതെങ്കിലും ഒരു സ്ട്രൈക്കറിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മിഡ്ഫീൽഡ് നല്ല അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് റോളുള്ള ആളിനെ കൊണ്ട് കളിപ്പിച്ചാൽ കൂടി ചിലപ്പോ ഇന്ന് കിട്ടിയതിൽ റഫീനേക്കാളും ഒരു ഗോൾ കൂടുതൽ അടിക്കേണ്ട ചാൻസ് ഉണ്ടായിരുന്നു. ചില ചാൻസുകളൊക്കെ റഫീനെ ഒഴിഞ്ഞു കൊടുത്ത ചാൻസുകളൊക്കെ ഈ ചങ്ങായി വന്ന് ഹെഡ് ചെയ്ത് എഴുതി കൂടെയൊക്കെ വിട്ടിട്ടുണ്ട്. എന്താണ് ലെവൻഡോസ്കി പറ്റിയത്? ആ മാസ്ക് ഇട്ടിട്ട് നേരെ കാണാത്തതാണെന്ന് അറിയില്ല കേട്ടോ. എന്ത് തേങ്ങയാണ് ഈ ചങ്ങായി കാണിക്കുന്നത്? ഇനിയിപ്പോ ഈ ചങ്ങായി മാറ്റിയിട്ട് മറ്റവരെ കൊണ്ടുവന്ന അത് അതിലും വരാം. സ്റ്റാർട്ടിങ്ങിലൊക്കെ വലിയ കുഴപ്പമില്ലാതെ നല്ല ഫെറാൻഡോറസ് ആ ഒരു നല്ലതിൽ വന്നതാണ്. പിന്നെ എന്തൊക്കെയോ സംഭവിച്ച ചങ്ങായി. ഇപ്പോൾ 8-9 മത്സരങ്ങളായി ഗോൾ അസിസ്റ്റ് ഒന്നും ഇല്ലാതെ നിൽക്കണം. അപ്പൊ ആ ചങ്ങായി എങ്ങനെ ഇറക്കാം? തമ്മിൽ ഭേദം 9 എന്ന് പറഞ്ഞിട്ട് ലെവൻഡോസ്കിനെ ഇറക്കും.
ഈ കുറെ ചാൻസുകൾ ഇപ്പോൾ ക്യാൻസലൊക്കെ വിങ്ങളിലൂടെ കൊണ്ടുവരുന്ന റൂണിയൊക്കെ വിങ്ങളിലൂടെ കൊണ്ടുവന്ന് പാസ് ചെയ്യുന്ന സമയത്ത് സ്ട്രൈക്കറിന്റെ അവിടെ ആരൊക്കെയാണുള്ളത്? ഓൽമോയും അതേപോലെ തന്നെ ഫെർമിനൊക്കെയാണ് വന്ന് ബോൾ എടുക്കുന്നത്, അല്ലെങ്കിൽ റെഫിനെ ബോൾ എടുക്കുന്നത്. ലെവൻഡോസ്കിന് ചിത്രത്തിലില്ല. എനിക്ക് തോന്നുന്നു ചുമ്മാ അങ്ങോട്ട് ഗ്രൗണ്ടിൽ ഓടിയിട്ട് കുറച്ച് ഒരു വർഷം കൂടി സാലറി വാങ്ങിച്ച് ഇവിടെ സുഖിച്ച് ജീവിക്കാന്നുള്ള ആ ഒരു ഇതിലാണെന്ന് തോന്നുന്നു ലെവൻഡോസ്കി കളിക്കുന്നത്. എന്തെങ്കിലും ട്രൈ ചെയ്യണ്ടോ? ആ ഒരു പെനാൾട്ടി ബോക്സിലെങ്കിൽ ആളുടെ ഒരു പ്രസൻസ് വേണ്ടേ? ഓഫ് ദ ബോൾ നോക്കുകയാണെങ്കിൽ എടുക്കുന്ന ബോളുകൾ ഓഫ് സൈഡും. അത് കഷ്ടപ്പെട്ട് അങ്ങനെ ബുദ്ധിമുട്ടിയിട്ട് ഇവരൊരു അസിസ്റ്റന്റുള്ള പാസ് കൊടുക്കുന്ന സമയത്ത് ഈ ചങ്ങായി പോയി ഓഫ് സൈഡ് കയറുന്ന കേട്ടോ. ഒരു സ്ട്രൈക്കറല്ലേ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ? ആ ഒരു കാര്യത്തിൽ മാത്രമാണ് ഇന്നത്തെ ബാഴ്സലോണ കളിയിൽ ഒരു ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ടായത്. അതേപോലെ അറോഹോ തിരിച്ചു വന്നു, അറോഹോ സബ്സ്റ്റിറ്റ്യൂട്ടിൽ വന്നു, അറോഹോ സെന്റർ ബാക്കായിട്ട് കളിപ്പിക്കാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല. ഇന്നും ആ സെക്കൻഡ് ഗോൾ വീഴുന്ന സമയത്ത് ഈ ചങ്ങായി അവിടെ ഗോൾ അടിക്കാൻ പോയിട്ട് തിരിച്ചു വരും. ഇവിടെ പൊസിഷനിൽ ആളില്ല. കുബാർസി ഉണ്ടായിരുന്നു, ജെറാർഡ് മാർട്ടിൻ ഉണ്ട്. ജെറാർഡ് മാർട്ടിൻ അപ്പോൾ ലെഫ്റ്റ് വിങ്ങിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഈ ചങ്ങായി അറോഹോന്റെ പൊസിഷനാണ്, അവിടെ ആളില്ല. അവിടെ നിന്നാണ് ആ ഗോൾ വീഴുന്നത്. അവർക്ക് ഫ്രീ ചാൻസാണ് കിട്ടുന്നത്. അപ്പൊ ഈ ചങ്ങായി എന്താ ചെയ്യുന്നത്? അതേപോലെ ഒരു കിഴലിന് അവിടെ ഹെഡർ അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് പെനാൽറ്റി ബോക്സിന്റെ മുകളിൽ കൂടെ അടിച്ചു കളഞ്ഞു, ഹെഡ് ചെയ്ത് കളഞ്ഞു. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് കുറെ പ്രശ്നങ്ങളുണ്ട്. എന്താ പറഞ്ഞാൽ കുറെ ഈ ഫിനാൻഷ്യലായിട്ടും അതേപോലെ തന്നെ സ്കോർ ഡെപ്തിലൊക്കെ കുറെ കാര്യങ്ങളുണ്ട്. അതേപോലെ പരിക്ക് കൂടി ആയി കഴിഞ്ഞാൽ പിന്നെ തീർന്നല്ലോ. അപ്പൊ നമുക്ക് ഇവരുടെ സ്റ്റാറ്റസിലേക്ക് നോക്കി കഴിഞ്ഞാൽ 13 ഷോട്ടുകളാണ് ബാഴ്സലോണ എടുത്തിട്ടുള്ളത്. അതിൽ 8 ഓൺ ടാർജറ്റിലേക്ക് ആയപ്പോൾ സെവില്ല 6 ഷോട്ടുകൾ മാത്രമേ എടുത്തുള്ളൂ. അതിൽ 5 ഓൺ ടാർജറ്റിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 61% പൊസിഷൻ ഉണ്ടായത് ബാഴ്സലോണയ്ക്ക്, 39% മാത്രമാണ് സെവില്ലയ്ക്ക് പൊസിഷൻ ഉണ്ടായത്. 578 പാസുകൾ ബാഴ്സലോണ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 375 പാസുകളാണ് സെവില്ല കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. 91% പാസിംഗ് അക്യുറസി ഉണ്ടായത് ബാഴ്സലോണയ്ക്ക്. അവിടെ നോക്കണം 79% മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഫൗൾസുകൾ ബാഴ്സലോണ 6 കംപ്ലീറ്റ് ചെയ്തപ്പോൾ അവിടെ 9 ഫൗൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. യെല്ലോ കാർഡ് 1 സെവില്ലയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ഓഫ് സൈഡ് നോക്കുകയാണെങ്കിൽ 2ഉം 4ഉം ആണ്. 3 കോർണേഴ്സ് ബാഴ്സലോണ വിൻ ചെയ്തപ്പോൾ 4 കോർണേഴ്സ് സെവില്ല വിൻ ചെയ്തിട്ടുണ്ട്. അതിൽ കാണും സന്തോഷകരമായ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വാരിയർ സാക്ഷാൽ ഗാവി ഇന്ന് 6 മാസങ്ങൾക്ക് ശേഷം, ഏകദേശം 200 സംതിങ് ദിവസങ്ങൾക്ക് ശേഷമാണ് ആള് ബാഴ്സലോണയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങുന്ന. ആ ഒരു റഫീനയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഇറങ്ങുന്ന ആ ഒരു ആംപാൻഡ്, ക്യാപ്റ്റന്റെ ആംപാൻഡും കെട്ടിയിട്ട് ഇറങ്ങുന്നത്. 2024 ഇതേപോലെ ഇഞ്ചുറി ആയിട്ട് ആൾ ആ ക്യാപ്റ്റന്റെ ആംപാൻഡും കെട്ടിയിട്ട് അങ്ങോട്ട് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്നുണ്ട്. എന്റെ പോലെ എല്ലാവരും കൂടി സ്റ്റാൻഡിങ് ഓവേഷൻ കൊടുത്തിട്ടാണ് ബാഴ്സലോണ കൈയടിച്ചിട്ടാണ് ആ ഒരു ഗ്രൗണ്ടിലേക്ക് ഗാവി ഇറക്കി വിട്ടത്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ബാഴ്സലോണയ്ക്ക് എത്രമാത്രം ഇമ്പോർട്ടന്റ് ഉള്ള ഒരു പ്ലെയർ ആണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ശരിക്കും ഒരു വാരിയർ, ജീവൻ കൊടുത്തും ക്ലബിന് വേണ്ടി കളിക്കുന്ന പറയില്ലേ, അങ്ങനത്തെ ഒരു പ്ലെയർ ആണ്. അപ്പൊ എന്തായാലും ആളെയും ഗ്രൗണ്ടിൽ കാണാൻ പറ്റിയത് ഭയങ്കര സന്തോഷമുണ്ട്. ഇനിയുള്ള ന്യൂക്കാസ്റ്റലായിട്ടുള്ള മത്സരത്തിൽ എന്തായാലും സെക്കൻഡ് ഹാഫിൽ എന്തായാലും സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ആളുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തായിരിക്കും ന്യൂക്കാസ്റ്റലായിട്ടുള്ള മത്സരത്തിൽ, അതേപോലെ തന്നെ റയൽ മാഡ്രിഡ് സിറ്റി മത്സരം എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. സെക്കൻഡ് ഹാഫിൽ യമാലിനെയൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, എല്ലാ കാര്യമൊക്കെ ശരിയാണ്. അതേപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ടും കാര്യങ്ങളൊക്കെ നടന്നു. പക്ഷെ റാഷ്ഫോർഡിനെ കണ്ടില്ല. എന്താ പറഞ്ഞാൽ അടുത്ത ന്യൂക്കാസ്റ്റൽ ആയിട്ടുള്ള മത്സരത്തിന് എനിക്ക് തോന്നുന്ന ഒരു റെസ്റ്റ് കൊടുത്തതാണോ അതോ ഇനി എന്താണ്, ഒരു 10 മിനിറ്റെങ്കിലും സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കേണ്ടതായിരുന്നു. ആൾക്ക് അടുത്ത കളിക്കൊരു എനർജി ഉണ്ടാവുമല്ലോ. അത് കണ്ടില്ല. യമാല് സെക്കൻഡ് ഹാഫിൽ ഇറങ്ങിയിട്ട് ആള് നോമ്പൊക്കായിരുന്നു വിചാരിക്കുന്നു, ചെറിയ തോതിൽ ഇങ്ങനെ ഒന്ന് ഇതാക്കിയിട്ട് ആളുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പോയിട്ടുണ്ട്. എന്തായാലും അടുത്ത മത്സരത്തിന് വേണ്ടിയിട്ട് എന്തായാലും പരിക്കുകളൊന്നും ഇല്ലാതെ കാർഡുകളും വാങ്ങിക്കാതെ അടുത്ത ന്യൂക്കാസ്റ്റൽ മത്സരത്തിൽ തീപ്പാറിക്കാനുള്ള പരിപാടി തന്നെ ആയിരിക്കും. ഇതേ ഒരു കളിയിൽ 2 ടീമും കളിക്കുകയാണെങ്കിൽ റയൽ മാഡ്രിഡും മാഞ്ചസ്റ്റർ സിറ്റി അടിച്ചിട്ട് അടുത്ത റൗണ്ടിൽ കയറും, അതേപോലെ ന്യൂക്കാസ്റ്റലിനെ അടിച്ചിട്ട് ബാഴ്സലോണയും അടുത്ത റൗണ്ടിൽ കയറുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങൾ വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന ചങ്ങാതിമാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.